Very good morning, dear students. അപ്പോൾ നമ്മുടെ third class in the strategy development in international business എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസ് നമുക്കതിനെക്കുറിച്ചിട്ടുള്ള എന്താണ് സ്ട്രാറ്റജി ബിസിനസ് എന്നുള്ളതും അതേപോലെ തന്നെ ഹൗ വി ക്യാൻ എക്സ്പാൻഡ് ടു ദി ഗ്ലോബൽ എക്സ്പാൻഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദേ ഹാവ് ടു കോൺസെൻട്രേറ്റ് എന്നുള്ള കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ക്ലാസ് വി ഹാവ് ബീൻ ഡിസ്കസ്ഡ് അബൌട്ട് ദ വാല്യൂ ചെയിൻ, ഹൗ യു ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ്. അങ്ങനെയാണ് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി തേർഡ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ദ ലൊക്കേഷൻസ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻസിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പോൾ പല കാര്യങ്ങളും സാധാരണ ഒരു സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ കോളനിയാണ്. ഓക്കെ, ആൻഡ് ആ പരിസരത്തു നിന്ന് എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 or 2 കിലോമീറ്റേഴ്സ് നമ്മൾ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കുക. Okay, so a family in that colony thinks about to start a business. അവരൊരു ട്രേഡിംഗ് ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമ്മുടെ കോളനിയിലുള്ള ഒരു ഫാമിലി ഡിസൈഡ് ചെയ്യാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ ഒരു റെസിഡൻഷ്യൽ കോളനി എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ആൾക്കാർ, ദറ്റ് ഈസ് മോർ ദാൻ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് രണ്ടും കൂടിയിട്ട് മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മളൊരു ഷോപ്പ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ ഒരു ഷോപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും, നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് വണ്ടികൾ വരാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ വരുമ്പോൾ മറ്റുള്ള വണ്ടികൾക്ക് കടന്നു പോകാൻ അസൗകര്യം ഉണ്ടാകരുത്. നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് നമുക്ക് വേണം. ഇനി നമ്മുടെ കടകളിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് വരുന്നവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 കാറെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു സ്പേസ്. അപ്പോൾ നമുക്ക് കുറച്ച് ബൈക്കുകളും റോഡ് സൈഡിൽ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു സ്പേസ് ആയിരിക്കണം. അത്യാവശ്യം ഡിസ്പ്ലേക്കുള്ള ഒരു പ്രൊവിഷനും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ചെറിയൊരു ഷോപ്പ് റൺ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളൊരു ബിസിനസ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ അവർ ടുഡേയ്സ് ക്ലാസ്. ക്ലിയർ? അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആയില്ലേ? സോ നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു അവർ ടോപ്പിക്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ some factors influence for that. So now we will see what are the factors that influence you to select a particular location. Clear? So you have 12 points over here. 12 പോയിന്റുകളാണ് നമുക്കുള്ളത്. 12 ചിലതൊക്കെ വളരെ ചെറുതാണ്, ചില പോയിൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടി തന്നിട്ടുള്ളതാണ്. So coming to the first point, cost. Cost എന്ന് പറയുമ്പോൾ നമുക്കറിയാം
എത്രത്തോളം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നുവോ നമുക്ക് അത്രത്തോളം പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ കോസ്റ്റിൽ എന്തൊക്കെ കോസ്റ്റുകളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. Cost is one of the most important factors that need to be considered in the location decisions. It can be divided into production cost and distribution cost. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് തൊട്ട് ഈ കാര്യങ്ങൾ ടിൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, അതിലേക്ക് എത്തുന്നത് വരയ്ക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റുകളിൽ വരുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് റെഫർ ടു ദി എക്സ്പെൻസസ് ഫോർ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം നമുക്ക് എക്സ്പെൻസസ് ആണ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് വരുന്നത് എന്നുള്ളത് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജാണ് നമുക്കതിൻ്റെ എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ഒരു ട്രാൻസ്ഫോമിങ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്, ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹ്യൂമൻ ലേബർ, അതല്ലാന്നുണ്ടെങ്കിൽ ടെക്നോളജി. ഓക്കെ, മിഷൻ ടെക്നോളജി, അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ലേബർ. ഇത് രണ്ടത്തിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന് വരുന്ന കോസ്റ്റ്, പിന്നെ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന അതർ എക്സ്പെൻസസ്, ഓപ്പറേഷൻസിൽ വരുന്ന അതർ എക്സ്പെൻസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ വരുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസസ് ഇൻകർഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, loading or unloading, package and other distribution activities. That is, after completion of the final product or when the finished product is ready for sale, we have to shift our products in the respective packages to the warehouses. ആദ്യം നമ്മുടെ ഫാക്ടറി യൂണിറ്റിൽ നിന്ന് എവിടേക്കാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, വെയർ ഹൗസസിലേക്കാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നിന്നായിരിക്കും പല ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻസും സ്റ്റോറേജും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ലോഡിങ്ങും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വരുന്ന അൺലോഡിങ്ങും, അതിൽ വരുന്ന ഡിഫറെൻറ്റ് പാക്കേജസും ആൻഡ് അതർ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ദറ്റ് ഈസ് മാനുഫാക്ചററിൻ്റെ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചററിൻ്റെ ഗോഡൗണിലേക്ക്, അവിടെ നിന്ന് ഹോൾസെയിലേഴ്സിൻ്റെ വെയർ ഹൗസിലേക്ക്, ഹോൾസെയിലേഴ്സിൻ്റെ വെയർ ഹൗസിൽ നിന്ന് റീറ്റെയിലേഴ്സിൻ്റെ വെയർ ഹൗസിലേക്ക്, റീറ്റെയിലേഴ്സിൻ്റെ വെയർ ഹൗസിൽ നിന്ന് റീറ്റെയിലേഴ്സിൻ്റെ ഔട്ട്ലെറ്റിലേക്ക്, ഷോപ്പുകളിലേക്ക്. സോ ഇങ്ങനെ ഒരു ചെറിയ ഒരു യാത്ര അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിലൂടെ നമുക്ക് വരുന്ന എല്ലാ ട്രാൻസ്പോർട്ടേഷനും, അതിൽ വരുന്ന സ്റ്റോറേജും, അതിന് വരുന്ന ലോഡിങ്ങും അൺലോഡിങ്ങും പാക്കേജിങ്ങും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നത് ഏതിലാണ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിലാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന, പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോണത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ കോസ്റ്റും, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ പ്ലേസും ഡിസ്ട്രിബ്യൂഷൻ പ്ലേസും. നമുക്കറിയാം, ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് ആകുമ്പോൾ ഹോൾ ഓവർ ദി വേൾഡ് അല്ലേ, നമ്മൾ ഹോൾ വേൾഡിലേക്കും നമ്മുടെ പ്രൊഡക്റ്റഡ് യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലായിടത്തേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. സോ ഓവർസീസ് എക്സ്പോർട്ടിൽ വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അതാത് കൺട്രികളിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരയ്ക്കും പ്രൊഡക്ഷൻ കോസ്റ്റും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
Okay, reducing production cost is one of the objectives for shifting to a foreign country. അപ്പോൾ നമ്മുടെ ഹോം കൺട്രിയിൽ നിന്ന് ഫോറിൻ കൺട്രിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു പരിധി വരയ്ക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ കോസ്റ്റ് ഇത്തരത്തിലാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ആ കോസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുക, കോസ്റ്റിൽ എവിടെയാണ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുക, പ്രൊഡക്ഷൻ കോസ്റ്റിലാണോ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിലാണോ, അത് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലേബർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. As the name suggests, this factor refers to the cost of hiring labor in the host country. Labor refers to any type of workforce that the firm needs to hire. In most countries, the minimum stipend of labor is decided by the government. നമ്മൾ ഹ്യൂമൻ ലേബർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മിനിമം വേജസ് ഡിസൈഡ് ചെയ്യുന്നത് ഓരോ കൺട്രിയിലുള്ള ഗവൺമെൻറ്റാണ്. സോ വിച്ച് കൺട്രി ഗിവ്സ് ദ ലീസ്റ്റ്, നമുക്ക് ഏറ്റവും ലീസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചീപ്പർ റേറ്റിൽ ലേബർ കോസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ആ രീതിയിലും നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് യൂണിറ്റ് എവിടെയൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ കൺട്രീനെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ലേബറിന് വി ഹാവ് ടു പേ ഹയർ കോസ്റ്റ് എന്നുള്ളതാണ്. നേരെ മറിച്ച് അണ്ടർ ഡെവലപ്ഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് നമ്മൾ വർക്ക് അലോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് ചീപ്പർ ലേബർ റേറ്റ്സിന് നമുക്ക് കാര്യങ്ങൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് അവിടെ വേണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് അബൌട്ട് ദ ഇൻഫ്രാസ്ട്രക്ചർ. കമ്പനീസ് preparing to establish international distribution centers have to take into consideration the available infrastructure in the foreign country. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദിസ് ഈസ് ബിക്കോസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ നെറ്റ്വർക്ക്സ് വിത്ത് അതർ കൺട്രീസ്. എങ്ങനെയാണ് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവർ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്, അവരുടെ നെറ്റ്വർക്ക് ഏരിയ എങ്ങനെയാണ്, കണക്റ്റിവിറ്റി എങ്ങനെയാണ്, ദറ്റ് ഈസ് ഹൗ ഫാർ ദേ ആർ ഇൻ്റർ റിലേറ്റഡ് വിത്ത് ദി അതർ കൺട്രീസ്. ചിലപ്പോൾ ചില രാജ്യങ്ങൾക്ക് നമുക്ക് എൻട്രി ഉണ്ടാവില്ല. അപ്പോൾ അവർ ഏത് രാജ്യങ്ങളായിട്ടാണ് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്, ഒരു രാജ്യത്തു നിന്ന് മറ്റ് പല രാജ്യങ്ങൾക്കും വളരെ എളുപ്പം സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് പോയിൻ്റ് ഈസ് അബൌട്ട് മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു, മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി വേസ്റ്റഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മുടെ പ്രോഡക്റ്റിന് കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് വരുന്നത്. ദ ഫൈനൽ ഗോൾ ഓഫ് എനി കമ്പനി ഈസ് ടു പ്രൊവൈഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ടു കസ്റ്റമേഴ്സ്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ദിസ് ഈസ് ഫോർ ദി സെയിൽ. അപ്പോൾ ആ സെയിലിന് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാണ്. As a result, customers and market need to be one of the main consideration when deciding where to locate a facility. So consumers അതല്ലാന്നുണ്ടെങ്കിൽ
അവർക്ക് റീച്ച് ചെയ്യാൻ പറ്റാവുന്ന ലൊക്കേഷൻ ഏതാണെന്നുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ബീയിങ് ക്ലോസ് ടു ദി മാർക്കറ്റ് ക്യാൻ ബ്രിങ് ദ കമ്പനി കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഇൻ മെനി ഡിഫറെൻറ്റ് വേയ്സ്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത് മാർക്കറ്റിനോട് വളരെ അടുത്താണ്, നിയറസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ ലീഡ് ടൈം ആൻഡ് ആസ് എ റിസൾട്ട് ഇംപ്രൂവ് കസ്റ്റമർ റെസ്പോൺസീവ്നെസ്. അപ്പോൾ ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വന്ന് ചോദിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വെയർ ഹൗസിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ വെയർ ഹൗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ give them a prompt reply. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി, നിങ്ങളുടെ പ്രോഡക്റ്റ് ഇന്ന സമയത്ത് വീട്ടിലെത്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാം വിത്തിൻ 1 day, വിത്തിൻ 1 hour or 2 hours the product will be in front of you, നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഒരു കസ്റ്റമറിന് പോലും നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ഇല്ല, അത് കാരണം വേറൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിക്ക് എത്തേണ്ട ഒരു സമയം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് നമ്മുടെ ഷോപ്പുകളിൽ ഓരോ പ്രോഡക്റ്റ് വയ്ക്കുമ്പോൾ നമ്മളൊരു ഡെഡ് ലൈൻ വയ്ക്കുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100 യൂണിറ്റ്സ് ആണ് എവറി മന്ത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയിടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 80 യൂണിറ്റ്സ് അല്ലെങ്കിൽ ഒരു 70 യൂണിറ്റ്സ് സെയിലാവുമ്പോഴേക്കും റെഡ് അലേർട്ട് വരികയാണ് ടു ഫിൽ ദ സ്റ്റോക്ക്. അപ്പോൾ അവിടെ കടയിൽ കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ പോലും പ്രോഡക്റ്റ് ഇല്ലാതെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ വരില്ല. അപ്പോൾ അങ്ങനെ റെസ്പോൺസീവ്നെസ് വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലാണ് നമ്മുടെ വെയർ ഹൗസ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ ലീഡ് ടൈം എന്നുള്ളതാണ് നമുക്കവിടെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ എനേബിൾ ദ കമ്പനി ടു കീപ് എ ക്ലോസർ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ. സോ അങ്ങനെ നമുക്ക് കമ്പനിക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, ആൻഡ് ദെൻ മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ അതിലെ പ്രോക്സിമിറ്റി ടു കസ്റ്റമേഴ്സ്, മാർക്കറ്റ്സ്, സപ്ലയേഴ്സ് ആൻഡ് കോമ്പറ്റീഷൻ. What do you mean by the word proximity? Nearest. So when we are nearer to the customers, when we are nearer to our suppliers, when we are nearer to the markets, when we are nearer to the competitors, what happens എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, സോ പ്രോക്സിമിറ്റി ടു കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം ക്ലോസ് ടു ദി മാർക്കറ്റ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ റെസ്പോൺസീവ്നെസ് ഓഫ് ദി കമ്പനി. നമ്മൾ എത്രത്തോളം കസ്റ്റമറിനോട് അടുത്ത് നിൽക്കാനായിട്ട്, അവർ ചോദിക്കുന്ന സാധനങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അത്രത്തോളം റെസ്പോൺസീവ്നെസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഡെവലപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി മാനുഫാക്ചറർ ആൻഡ് ദി കസ്റ്റമർ. അപ്പോൾ കമ്പനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ദ കേസ് ഓഫ് പ്രോക്സിമിറ്റി ടു കസ്റ്റമേഴ്സ് ഓർ മാർക്കറ്റ്സ്. ഓക്കെ, ഇനി പ്രോക്സിമിറ്റി ടു സപ്ലയേഴ്സ്. ബീയിങ് ക്ലോസ് ടു സപ്ലയേഴ്സ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ലീഡ് ടൈം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതേപോലെ തന്നെ നമ്മൾ സപ്ലയേഴ്സിനോട് അടുത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നുണ്ടെങ്കിൽ സപ്ലയേഴ്സിനെ അവരെ റോ മെറ്റീരിയൽസ് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് അത്രയും അടുത്ത് തന്നെ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൾക്കി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്റ്റീൽ നമുക്ക് കൊണ്ടുവരുന്നത് ഷിപ്പിലൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ യൂണിറ്റുകൾ വളരെ ഹാർബറിൻ്റെ വളരെ ദൂരെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടുപോയി ഇറക്കാനും അതേപോലെ തന്നെ അവിടെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് പ്ലേസസ്. സോ അതെപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നോർമലി ട്രെയിനിലൂടെയാണ്. അപ്പോൾ വെയർ ഹൗസ് വേണ്ടത് എവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ്റെ നിയർ ബൈ പ്ലേസസിലാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ നിന്ന് അവർക്ക് ഇത് അൺലോഡ് ചെയ്ത് അവരുടെ
വെയർ ഹൗസിലേക്ക് എത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. നേരെ മറിച്ച് വെയർ ഹൗസ് എന്ന് പറയുന്നത് ഒരു 30 കിലോമീറ്റേഴ്സിന് അകലേക്ക് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ അത്യാവശ്യം വരും. ഓക്കെ, സോ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ വെയർ ഹൗസസ് എവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സപ്ലയർ നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ദ ഗുഡ്സ്, നേച്ചർ ഓഫ് ദി ഗുഡ്സ് ബേസ് ചെയ്തിട്ട് വി ക്യാൻ മേക്ക് അവർ ലൊക്കേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രോക്സിമിറ്റി ടു സപ്ലയറിൽ വരുന്നത്. ആൻഡ് ദെൻ പ്രോക്സിമിറ്റി ടു കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷനായിട്ട് പ്രോക്സിമിറ്റി വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ബീയിങ് ക്ലോസ് ടു ദി കോമ്പറ്റീഷൻ, ഇറ്റ് ഹെൽപ്സ് എ കമ്പനി ടു കീപ് അപ്ഡേറ്റഡ് അബൌട്ട് ദ ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് എനേബിൾസ് to verify the policy of its competitors and makes appropriate actions in case they are needed. So when we stay close to the competitors, when we stay close to the customers മൈൻഡിലുള്ളത് എന്താണ്, according to that what the competitors are going to do or planning to do എന്നുള്ളത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. സോ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ബി, അതാണ്. ഓക്കെ, അപ്പം നമ്മൾ എവിടെയാണോ, നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, കോമ്പറ്റീറ്റേഴ്സിന് വളരെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നീക്കങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ പ്രോഡക്റ്റിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ദ കസ്റ്റമേഴ്സ് വിൽ ബി മോർ റെസ്പോൺസീവ് ടു അസ്. ഇതാണ് പ്രോക്സിമിറ്റിയുടെ കേസിൽ പറയാനുള്ളത്. പ്രോക്സിമിറ്റി ടു കസ്റ്റമേഴ്സ്, മാർക്കറ്റ്സ്, അതേപോലെ തന്നെ സപ്ലയേഴ്സ് ആൻഡ് ദെൻ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, ഇനി മാർക്കറ്റ് സൈസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ബിഫോർ ലൊക്കേറ്റിംഗ് ദ ഫെസിലിറ്റി, കമ്പനി നീഡ്സ് ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ മാർക്കറ്റ്സ് ദാറ്റ് ഇറ്റ് ക്യാൻ സെർവ്. വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ മാർക്കറ്റ്? വേർ യു ക്യാൻ ഡിസൈഡ് ഇറ്റ്. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷുവറായിട്ട് പ്രോഡക്റ്റ് മേടിക്കും അല്ലേ? സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന് ക്യൂട്ടിയുടെ ബുക്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 17 പേരുണ്ട്. ഞാൻ എത്ര ബുക്സാണ് മേടിച്ചതെന്നറിയോ? 10 ബുക്സേ മേടിച്ചിട്ടുള്ളൂ. കാരണം ഈ 7 പേർക്ക് എന്തൊക്കെ കണ്ടീഷൻസാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 7 പേരിൽ തന്നെ ക്യൂട്ടി ബുക്സ് നമുക്ക് 3 എപ്പോഴും പെൻഡിങ് ആണ്. കാരണം ക്യൂട്ടി ബുക്സ് കിട്ടാനായിട്ട്, മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ബുക്ക് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്തു. സോ അത് കാരണം ഇപ്പോഴും 3 ബുക്ക് എൻ്റെ കയ്യിൽ അവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വന്ന് മേടിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പെട്ടെന്നല്ലേ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതോട് കൂടിയിട്ട് ക്ലോസ് ചെയ്തോട് കൂടിയിട്ട് ഒരാൾക്കും ഒരു ചാൻസ് കിട്ടാത്തൊരു സിറ്റുവേഷനായിപ്പോയി വന്ന് ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ കൈ നനയാതിരിക്കാനായിട്ട്, നമ്മുടെ കൈ പൊള്ളാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും സേഫായിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് മാർക്കറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 17 കുട്ടികളുണ്ടെങ്കിൽ 17 പേരും പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആദ്യം 10, പിന്നത്തെ 7 ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാം. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് വളരെ അടുത്താണ്. സൈൻ ബുക്ക് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്താണ്. അപ്പം നമുക്ക് അവിടുന്ന് സാധനങ്ങൾ എത്തിക്കാനും അത് നിങ്ങൾക്ക് തരാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ നമ്മുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഹൗ മച്ച് വി ആർ ഇൻക്രീസിങ്. നമ്മുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് എന്താണ്, എവിടേക്കാണ് ഡെഫിനറ്റ് സെയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയണം. എവിടേക്കാണ് പുവർ സെയിൽസ് ഉണ്ടാവുന്നത് എന്നുള്ളതും അറിയണം. അപ്പോൾ പുവർ സെയിൽസ് ഉണ്ടാവുന്ന ഏരിയയിലേക്ക് നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തിട്ട് കാര്യമില്ല. മൂവ്മെൻറ്റ് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് എത്തിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മാർക്കറ്റ് സൈസ്. Before locating the facility, company needs to identify the potential markets. Based on the location of the facility, company may be able to serve different markets എന്നുള്ളതാണ്.
സോ ബെസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വേ ദി കമ്പനി ക്യാൻ സെർവ് ദി ലാർജസ്റ്റ് മാർക്കറ്റ്. ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ഏത് മാർക്കറ്റിലാണോ അതിനോടടുത്താണ് അല്ലെങ്കിൽ അവിടേക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് എത്തിക്കേണ്ടത്. ദാറ്റ് ഈസ് അബൌട്ട് ദി മാർക്കറ്റ് സൈസ്. ഇനി പർച്ചേസിങ് പവർ ഓഫ് മാർക്കറ്റ്. സോ ഹൗ മച്ച് പ്രോഡക്റ്റ് ക്യാൻ ബി പർച്ചേസ്ഡ്, അത് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദ പർച്ചേസിങ് പവർ ഓഫ് ദി മാർക്കറ്റ് ദറ്റ് ഫേം aims to serve is another factor that firm needs to take into consideration. They need to locate their facility where they can serve the market that has the most purchasing power. ഏറ്റവും കൂടുതൽ ഏത് മാർക്കറ്റിലാണോ നമ്മുടെ പ്രോഡക്റ്റ് സെയിലാവുന്നത് അവിടുത്തെ റീറ്റെയിലേഴ്സിനെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ആ ഒരു മാർക്കറ്റിനോട് അടുത്താണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, സോ these are the things which should be considered in the market characteristics. Proximity to customers, proximity to markets, proximity to suppliers, and proximity to competition. And then we are giving more importance to the market size, purchasing power. Okay, so how they are പർച്ചേസിങ് എന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്ത് വെക്കണോ അതല്ല എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഏത് മാർക്കറ്റിലാണ് മൂവ്മെൻറ്റ് ഉള്ളത് അവിടേക്കാണ് പർച്ചേസിങ് പവർ ജനറലി ഇൻക്രീസ് ചെയ്യുക. സോ അതിൻ്റെ പ്രോക്സിമിറ്റിയോട് കൂടിയിട്ട് നമ്മളൊരു ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ദ ഫിഫ്ത്ത് പോയിൻറ്റ് ഈസ് അബൌട്ട് ടാക്സ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോളിസീസ്. അപ്പോൾ ഓരോ ഹോസ്റ്റ് കൺട്രിയിലും അവരുടേതായിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ടാക്സ് സ്ട്രക്ചർ ഓഫ് ദി ഹോസ്റ്റ് കൺട്രി ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇഫക്റ്റ് ഓൺ ദ ഓപ്പറേഷൻ ഓഫ് ദ ഫേം. Some countries have a very high tax rate which makes the operation of companies very expensive. അതാണ് ഞാൻ പറയാം, ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലാണ് ടാക്സ് റേറ്റ്സും ടാക്സിൻ്റെ സ്ലാബ് റേറ്റുകളും ഒക്കെ വരുന്നത്. അപ്പോൾ ഹൈ ടാക്സസ് ചാർജ് ചെയ്യുന്ന പല കൺട്രീസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ബിസിനസ്സിനെ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് വിൽ ഇൻക്രീസ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഹയർ റേറ്റ്സ് ഓഫ് ടാക്സ് നമ്മൾ ആ ഗവൺമെൻറ്റിന് പേ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ എക്സ്പെൻസസിലും ഇത് ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ ദിസ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, while others have special rules for foreign companies to attract foreign direct investment. ഇനി മറ്റ് ചില രാജ്യങ്ങളിൽ എന്താണെന്നുണ്ടെങ്കിൽ അവർ ഫോറിൻ കമ്പനീസിനെ റേറ്റുകൾ വളരെ കുറവായിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാടുകളിൽ കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട്, ദാറ്റ് ഈസ് ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരു ഫാക്ടറി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഹയർ റേറ്റ്സ് ആയിരിക്കാം. സോ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വരുന്നത് വളരെ ഹൈലി എക്സ്പെൻസീവായിട്ടാണ് വരിക. കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസൊക്കെ വളരെ ഹൈലി എക്സ്പെൻസീവായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മളൊരു നിയമം കൊണ്ടുവരികയാണ്, ഫോറിൻ കമ്പനീസിന് ഇത്ര ടാക്സ് മതി എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മെനി ഓഫ് ദി പീപ്പിൾ വിൽ കം ടു ഇന്ത്യ ടു സ്റ്റാർട്ട് ദിയർ ബിസിനസ്. In that way, foreign direct investment flows to our country എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ റുപ്പി വാല്യൂ നമ്മൾ പല രാജ്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവ് തന്നെയാണ്, അല്ലേ? നമുക്ക് UAE കറൻസി ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 112, 116, 120 ഒക്കെയാണ് നമുക്ക് വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അവരുടെ
ഒരു കറൻസിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് 120 റുപ്പീസ് 116 റുപ്പീസ് ഒക്കെയാണ്. അപ്പോൾ UAE എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ബൈപ്പാസ് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ബ്രെയിൻ സർജറി, ഇതിനൊക്കെ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ, ഇതിനൊക്കെ ഹയർ കോസ്റ്റുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വരുന്നത്. സോ ഇന്ന് പല 3 സ്റ്റാർ 5 സ്റ്റാർ ഹോസ്പിറ്റൽസും they are having a tie-up with those countries. സോ അവരുടെ പൈസ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ വളരെ ചീപ്പ് റേറ്റിനാണ് അവരുടെ ഓപ്പറേഷൻസോ സർജറീസോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ വരുന്നത്. ദേ ക്യാൻ ഡു ഇറ്റ് അറ്റ് എ വെരി വെരി ചീപ്പർ റേറ്റ്സ്. നമുക്ക് എക്സ്പെൻസീവാണ്, ഇറ്റ്സ് ഓക്കെ. ബട്ട് വെൻ അതർ കൺട്രീസ്, ഹോസ്റ്റ് കൺട്രീസ് എന്നൊക്കെ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. സോ ഫോർ ബെറ്റർ മെഡിക്കേഷൻ, ടു ഗെറ്റ് എ ഗുഡ് ഹെൽത്ത് റിസൾട്ട്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റൽസും ഇന്ന് ടൈപ്പാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ദറ്റ് ഈസ് നമ്മൾ പല രാജ്യങ്ങളിലും നമ്മൾ നോക്കണം അവിടെ എങ്ങനെയാണ്, ഈ രാജ്യത്ത് എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും വല്ലാത്തൊരു സർജറിയാണ്, അപ്പോൾ നമുക്ക് ഇന്ന രാജ്യത്തേക്ക് പോയിട്ട് ചെയ്യാം, കാരണം അവിടെ റേറ്റ് ഇത്രേ വരുന്നുള്ളൂ. നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് റേറ്റിൽ വരുമ്പോൾ നമുക്ക് വളരെ വ്യത്യാസം വരും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ആർ കാൽക്കുലേറ്റിംഗ് നൗഡേയ്സ്. സോ ഇഫ് ഇറ്റ് ഈസ് ഫോർ മെഡിക്കൽ ഫീൽഡ്, then why don't they plan for business? അല്ലേ, ഒരു മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർ ഇത്രത്തോളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം സ്റ്റഡീഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ടാക്സ് സ്ട്രക്ചർ ആൻഡ് പോളിസീസ്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക്. The risk factor. It is classified into political, economic and social risk. 3 കാര്യങ്ങളാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ റിസ്ക്കാണ് അല്ലേ. അതിൽ നമുക്ക് വരാവുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ റിസ്ക്, എക്കണോമിക് റിസ്ക് ആൻഡ് സോഷ്യൽ റിസ്ക്. അങ്ങനെ 3 റിസ്കുകളാണ്. പൊളിറ്റിക്കൽ റിസ്ക് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് വാർ, ലേബർ സ്ട്രൈക്സ് that occur due to political reasons. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണോ? ഇറ്റ് ഈസ് വൾനറബിൾ ടു സ്ട്രൈക്സ്. കേരള, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ്, വൾനറബിൾ ടു സ്ട്രൈക്സ്. ഏത് കമ്പനി വന്നാലും അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലും വന്നാലും ആദ്യം കൊടി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ നോ മാനുഫാക്ചറിങ് യൂണിറ്റ് ഈസ് പ്ലാൻ ടു സെറ്റപ്പ് ഇൻ കേരള. കാരണം നമ്മൾ പലതും പറയുന്നുണ്ടെങ്കിലും അപ്പം നമ്മുടെ റൈറ്റ്സിനും യൂണിയനും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ പല കാര്യങ്ങളും വിൽ ഡിമാൻഡ്. പീപ്പിൾ എന്ത് ചെയ്യില്ല, ഇവിടെ കൊണ്ടുവന്ന് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യില്ലേ, കാരണം പിറ്റേ ദിവസം അവർ കൊടി പിടിക്കുന്നുള്ളത് അറിയാം. സോ ദേ വിൽ സെറ്റപ്പ് ദെയർ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇൻ സം അതർ സ്റ്റേറ്റ് ഓർ സം അതർ കൺട്രി. അതാണ് കേരളത്തിൽ വരുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വളരെ വളരെ കുറവാണ്. ഇൻഡസ്ട്രിയൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലേബർ സ്ട്രൈക്സും, അതേപോലെ തന്നെ ഇനി ചില കൺട്രീസ് നമുക്കെപ്പോഴും യുദ്ധം ഉണ്ടാവാൻ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരു വാറിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ അവർക്ക് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ പ്രോഡക്റ്റ് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവിടെ സംഭവിച്ചേക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പൊളിറ്റിക്കൽ റിസ്ക്. ആൻഡ് ദെൻ എക്കണോമിക് റിസ്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പ്രോബബിലിറ്റി ഓഫ് ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് കണ്ടീഷൻസ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ ആൻഡ് ഡിസ്റപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കറൻസി വാല്യൂ.
it may go down and down, or sometimes it may come little more up. കുറച്ചൊക്കെ മുകളിലേക്ക് വരാം, പിന്നെ പോകുന്നത് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് ആവാം. സോ ഇങ്ങനെ പല തരത്തിലുള്ള എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസ് ശരിക്കും പറഞ്ഞാൽ ഇളക്കി മറിക്കും അത്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? സോഷ്യൽ റിസ്ക് ആണ്. It includes the probability of societal problems such as crimes, disease, accidents and natural disasters. ഇപ്പോൾ നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇസ് ദ ടഫസ്റ്റ് ടൈം വിച്ച് വി ഫേസ്. എത്ര ഇൻഡസ്ട്രീസാണ് പൂട്ടിക്കിടക്കുന്നത് ബിക്കോസ് ഓഫ് ലോക്ക്ഡൗൺ ആൻഡ് ബിക്കോസ് ഓഫ് diseases, the viral diseases, spreading diseases. ഇതിനെ പേടിച്ചിട്ട് നമ്മളെ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് എന്ന് തുറന്ന് എന്ന് നേരെയാവാനായിട്ടാണ്. എത്ര ബിസിനസ് സെൻറ്റേഴ്സ്, എത്ര ആൾക്കാർ അവരെ ജീവൻ ഒടുക്കിയെന്നറിയൂ. കാരണം ജീവിക്കാൻ ഇനി മാർഗ്ഗമില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്താണ്. പലരും കടം മേടിച്ചിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇത്രത്തോളം കണ്ടീഷൻസ് സൊസൈറ്റിയിൽ വരുന്ന റിസ്ക്കുകളാണ്. ഇനി പലതരത്തിലുള്ള ക്രൈംസ് ചില രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞ്, ഇപ്പോൾ US ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസൊന്നും വേണമെന്നില്ല, ചെറിയ രീതിയിലുള്ള തോക്കൊക്കെ നമ്മുടെ കയ്യിലാവാം. നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെടിവെച്ച് അവസാനിപ്പിക്കാം. നമ്മളെ തന്നെയല്ല, ആരിനെ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ നിയമങ്ങളൊക്കെ അവിടെ ചില ഏരിയാസ് ഉണ്ട്, അത് ഇത്തരത്തിലുള്ള റോബറി അല്ലെങ്കിൽ ക്രൈമിനൊക്കെ പേര് കേട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ദാറ്റ് പേഴ്സൺ ഇസ് നോ മോർ. ഓക്കെ, അപ്പോൾ അവർ പറയുന്ന എല്ലാവരും ചിലപ്പോൾ നമ്മൾ അനുസരിച്ച് കൊടുക്കേണ്ടി വരും പല കാര്യങ്ങൾക്കും. That is how they are going to threaten us. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകൾ വരുന്നതാണ് സൊസൈറ്റൽ റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ റിസ്ക് എന്ന്, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെ കേരളം ഏകദേശം അതിലേക്ക് എത്തി തുടങ്ങി അല്ലേ. ഫ്ലഡ് എന്ന് പറയുന്നൊരു എല്ലാ വർഷവും ഫ്ലഡ് വന്ന് പോകുന്നുണ്ട്. അതേപോലെ ഉരുൾപൊട്ടൽ, അങ്ങനത്തെ പ്ലേസുകളിലൊന്നും നമുക്ക് ലാൻഡ് സ്ലൈഡൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ബിസിനസ് സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, ഒരു ഓർഗനൈസേഷൻ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം എപ്പോഴാണ് ലാൻഡ് സ്ലൈഡ് വന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുഴുവൻ വെള്ളത്തിലാവുക എന്ന് പറയാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ഏരിയാസ് ദേ ആർ നോട്ട് സപ്പോർട്ടിങ്, ബട്ട് പീപ്പിൾ വേർ ഡു ദേ ഗോ? ഗവൺമെൻറ് പറയുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ വീട് വയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയണേ. പക്ഷേ അവരെങ്ങോട്ടാണ് പോവുക? ഏറ്റവും വില കുറവൊക്കെ ആ പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ ഉള്ള നുള്ളിപ്പറക്കിയിട്ടുള്ള പൈസ കൊണ്ടുവന്ന് അവർ ചെറിയൊരു സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ സമാധാനമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും ലാൻഡ് സ്ലൈഡുകളും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ പല തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിക്കണം, സൊസൈറ്റൽ റിസ്കിൽ വരുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ റിസ്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ അൺബെയറബിൾ ആയിട്ടുള്ള റിസ്കുകളാണ് വരുന്നതെങ്കിൽ നമുക്കതൊക്കെ പിൻവലിക്കാവുന്നതാണ്. ആൻഡ് ദെൻ ക്വാളിറ്റി ഓഫ് ലൈഫ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. Quality of life, it is important for the firm to pay attention to the quality of life in alternative locations. If the quality of life is not good in a location, it can adversely affect the motivation of the workers. അപ്പോൾ വർക്കേഴ്സിനെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണം, ക്വാളിറ്റി ഓഫ് ലിവിങ്ങും ഇൻക്രീസ് ചെയ്താലാണ് നമുക്ക് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ആ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഒട്ടും തന്നെ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത, അതല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ എത്ര മോട്ടിവേറ്റ് ചെയ്താലും ആ ആൾക്കാർ നന്നാവില്ല. സോ ആൾക്കാർക്ക് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് എത്താനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏത് പ്ലേസിലാണോ അവൈലബിൾ അതിനനുസരിച്ച് നമുക്ക് അവരിനെ എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്ത് വി ക്യാൻ ലിഫ്റ്റ് ദം അപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ക്ലൈമറ്റ്. Climate could be another factor that has an effect firms' location decisions. Countries with severe climate patterns are not attractive for locating facilities. ഒന്നെങ്കിൽ
-60 അല്ലെങ്കിൽ above 60. ഇത്തരത്തിലാണ് ക്ലൈമറ്റ്, രണ്ട് എക്സ്ട്രീം ക്ലൈമറ്റ്, ടു ഹോട്ട് ആൻഡ് ടു കോൾഡ്. -60 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല. പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിപ്പോവും. അത്രയും സ്ട്രോങ് ആണ്. അവിടെ കടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടലൊക്കെ ഐസ് പോലെ ആയിട്ടുണ്ടാവും. ഈ ഒരു ഇൻസിഡൻറ്റ് കൃത്യമായിട്ട് പറയുന്നൊരു ഫിലിമുണ്ട്, ടോഗോ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ഫിലിമാണ്. ഓക്കെ, സോറി, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇംഗ്ലീഷ് ഫിലിം. ടോഗോ എന്ന് പറഞ്ഞ ഫിലിമുണ്ട്. ഈ ടോഗോ എന്ന് പറയുന്ന ഫിലിമിൽ ടോഗോ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയുടെ പേരാണ്, ഒരു ഹസ്കി എന്ന് പറയുന്ന ഒരു ബ്രീഡിൻ്റെ പേരാണ് ടോഗോ എന്ന് പറയുന്നത്. സോ അത് വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. അപ്പം ആ സ്റ്റോറിയിൽ ഒരു പ്ലേഗിൻ്റെ സ്പ്രെഡ് ഉണ്ടാവാണ്. ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്ലേഗിൻ്റെ സ്പ്രെഡ് ഉണ്ടാവുകയാണ്. സോ അവിടേക്ക് അത് എഫക്റ്റ് ചെയ്തേക്കണത് ആ രാജ്യത്തിലുള്ള കുട്ടികളിനെയാണ്. നമ്മുടെ തേർഡ് ഫേസ് പോലെ, വരാൻ പോകുന്ന തേർഡ് ഫേസ് പോലെ. കാരണം കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ, അവരില്ലാതായി കഴിഞ്ഞാൽ ആ നാടിന് ഒരു ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ അത് കാരണം ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ചിൽഡ്രനെയാണ്. സോ ഈ പ്ലേഗ് അങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് പല രീതിയിലും. കുട്ടികൾ ദാറ്റ് ഈസ് എന്താ പറയുക, തീരെ വയ്യാണ്ടാകുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അവിടേക്ക് മരുന്ന് എത്തിക്കാനായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, എയർപ്ലെയിനിൻ്റെ ഫെസിലിറ്റി നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും സിവിയർ ക്ലൈമറ്റാണ് അവിടെ വരുന്നത്. ഈവൻ കടൽ പോലും നമുക്ക് നോക്കുമ്പോൾ ശരിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മൾ ഫ്രീസറൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായില്ല, അതേപോലെയാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അവിടെ വരുന്ന മൗണ്ടൻസ്, എവറിത്തിങ് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ളും മഞ്ഞുകൊണ്ട് വന്ന് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അവിടേക്ക് ഒരു വണ്ടികൾ പോലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അത്രയധികം മഞ്ഞാണ്. സോ അവിടെ നമുക്ക് ആകെ കൂടി വി ക്യാൻ യൂസ് ദ സ്ലെഡ്. ദാറ്റ് ഈസ് ഹസ്കി പോലത്തെ ഡോഗ്സിനെയാണ് നമ്മൾ ആൾക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ 1-2 പേർക്ക് അവിടെ നിന്നിട്ട് ഈ നായ്ക്കൾ നമ്മൾ വലിച്ചു കൊണ്ടുപോകും. ഒരു 10-16 നായ്ക്കളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് അത്രയും ഒരു 16 ഡോഗ്സ് കൂടിയിട്ടാണ് അതിനെ ലീഡ് ചെയ്യുന്നൊരു ഡോഗാണ് ഈ ടോഗോ എന്ന് പറയുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അപ്പോൾ അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ദൈവമേ എങ്ങനെയാണ് ഒരു വിൻഡോ, ഒരു ഡോറൊക്കെ ഒരു സെക്കൻഡ് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് കടക്കുമ്പോഴേക്കും അത്രമാത്രം സ്നോ വീടിനകത്തേക്ക് വന്ന് കയറാണ്. സോ അതിലൂടെ ഒരു ആൾ പോയിട്ട് ഇവിടേക്കുള്ള മരുന്ന് എത്തിക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ ഫിലിമിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ ട്രൂ സ്റ്റോറി ഓൾസോ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ട്രൂ സ്റ്റോറി. അങ്ങനെ മരുന്ന് എത്തിച്ച് അത് ആ കുട്ടികളിലേക്ക് കൊടുക്കുകയാണ്. ആ കുട്ടികൾ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് വളരെ ബെറ്ററായിട്ട് ഉഷാറായിട്ട് വരുന്നതും ആ കുട്ടികൾ വന്ന് ഈ മനുഷ്യനും ഈ പട്ടിക്കും നന്ദി പറയുന്ന ഒരു ഫിലിമാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് നമുക്കതിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഓവർ 60 ഡിഗ്രി നമ്മുടെ UAE പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര ഒരു സിവിയർ ഹോട്ട് ക്ലൈമറ്റ് വരുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട് ക്ലൈമറ്റ് വരുന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 എക്സ്ട്രീംസ് വന്നാലും നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ലോക്കൽ ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് പോളിസീസ് is one of the most important political factors. If the government is not stable and the country goes through political upheaval, it can adversely affect the operation of the facility. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ, if the government is not able to take any proper decision എന്നുണ്ടെങ്കിൽ that will adversely affect the business also എന്നുള്ളതാണ് നമുക്ക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയാനുള്ളത്. And then government attitude towards foreign investment. So some governments are welcoming
ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ ദറ്റ് ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻഡസ്ട്രീസ് നമ്മുടെ നാടുകളിൽ വന്ന് അവർ സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ റൂൾസിലും റെസ്ട്രിക്ഷൻസിലൊക്കെ കൊടുക്കുന്ന ഇളവുകൾ അനുസരിച്ചിരിക്കും അവരുടെ സപ്പോർട്ടും അതേപോലെ തന്നെ അവരുടെ വരവും. While others may try to support local firms by imposing restrictive rules on foreign firms. ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോറിൻ ഫേംസിനകത്തേക്ക് വരാനായിട്ട് സമ്മതിക്കില്ല. അവർ റിലാക്സേഷൻ കൊടുക്കുന്നത് അവിടെ വരുന്ന ഇൻഡസ്ട്രീസിനാണ്. പക്ഷെ ചില കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇൻഡസ്ട്രീസിന് ഏറ്റവും കൂടുതൽ നിയമങ്ങളും, നേരെ മറിച്ച് അതർ കൺട്രീസിൽ നിന്ന് വന്ന് സെറ്റപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് വളരെ റിലാക്സേഷൻ കൊടുത്തിട്ടാണ് അവിടെ നിയമങ്ങൾ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ എൻകറേജിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ആൻഡ് 11th വൺ ഈസ് അബൌട്ട് ദി സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് കൾച്ചറൽ ഡിഫറൻസസ് വരാം, ലാംഗ്വേജ് കുഡ് ബി എ കൺസേൺ ഫോർ ദി ഫേമായിട്ട് വരാം, കൺസ്യൂമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡെമോഗ്രാഫി, സ്പെൻഡിങ് ഹാബിറ്റ്സ്, അതിലൊക്കെ വരുന്ന മാറ്റങ്ങളും ഇഷ്ടംപോലെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അവിടുത്തെ കൾച്ചറൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും നോക്കിയിട്ട് വേണം നമുക്ക് ആ പ്രോഡക്റ്റ് അവിടേക്ക് എൻട്രി ഉണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ലാസ്റ്റ് പോയിൻറ്റ്, സം ഇഷ്യൂസ് ഓഫ് ഓവർസീസ് ലൊക്കേഷൻസ്. ഓവർസീസ് ലൊക്കേഷൻസിൽ വരുന്നത് ഒന്ന് എക്സ്ചേഞ്ച് റേറ്റ്, സെക്കൻഡ് വൺ ഇസ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് തേർഡ് വൺ ഇസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. സോ എക്സ്ചേഞ്ച് റേറ്റ്സ് എന്ന് പറയുമ്പോൾ almost certainly exposes a business to the effects of fluctuating exchange rates. അപ്പോൾ ചില കൺട്രീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ എടുക്കാനില്ലാത്തൊരവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് വരുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ അഡ്വൈസബിൾ. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ട്രേഡ് ബാരിയേഴ്സ്. ചില രാജ്യങ്ങൾ ചിലപ്പം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചാർജ് ചെയ്യുന്ന താരിഫ് റേറ്റുകൾ, അവർക്ക് അനുവദിക്കുന്ന കോട്ടകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതിൽ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ബാരിയറുകൾ സംഭവിക്കാം. ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക്കൽ ചേഞ്ച് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദി ബിസിനസ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു ബിസിനസ് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ യുവർ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിലേക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിലേതെങ്കിലും ഭാഗം മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ ടൈമിൽ ചോദിക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. Okay, see you in the next class. Thank you.